പിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പുത്രനായ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെവിടത്തോട് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ദൈവവചന ശ്രവണത്തിനും ധ്യാനത്തിനുമായി ശാലോം ടിവിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥനയോടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും, ഓരോ കുടുംബങ്ങളെയും, അവിടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പണം ചെയ്യുന്നു. പരിശുദ്ധ ദൈവമാതാവേ, നിന്റെ പ്രത്യേകമായ മാധ്യസ്ഥവും സഹായം ഉണ്ടാകണമേ. പ്രിയപ്പെട്ടവരെ, ഈ കടന്നു വരുന്ന സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ചരിത്ര നായികയായ പരിശുദ്ധ അമ്മയെക്കുറിച്ചാണ്. ചരിത്രത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ചരിത്രത്തിൽ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, സഭയിലൂടെ പ്രവർത്തിച്ചപ്പോൾ, സഭാപിതാക്കന്മാരിലൂടെ മാർപ്പാപ്പമാരിലൂടെ പഠിപ്പിച്ച ചില പ്രബോധനങ്ങളും ചിന്തകളുമാണ് ഈ സമയത്ത് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. അനുസ്യൂതമായ വിശ്വാസത്തിൻ്റെയും അഗാധമായ എളിമയുടെയും വിശിഷ്ടമായ പ്രാർത്ഥനയുടെയും ആഴമായ മൗനത്തിൻ്റെയും പ്രതീകമാണ് പരിശുദ്ധ കന്യക മറിയം. ആ അമ്മയുടെ പുണ്യവഴികളിലൂടെ അല്പമൊന്ന് സഞ്ചരിക്കാൻ, ദൈവഹിതം അത് മാത്രം നിറവേറ്റി ജീവിച്ച് ചരിത്രത്തിലെ നിർണായകമായ കാര്യങ്ങൾ നിർവഹിച്ച പരിശുദ്ധ അമ്മയോടുള്ള വാത്സല്യവും സ്നേഹവും അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തർക്കും, ജനകോടികൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ചരിത്ര നിയന്താവിന് ജന്മം നൽകിയ, ചരിത്രം തിരുത്തി കുറിച്ച പരിശുദ്ധ കന്യാമറിയത്തെ സഭയുടെ ചരിത്രത്തിൻ്റെ നിർണായകമായ നിമിഷങ്ങളിൽ ദൈവം ശക്തമായി ആ അമ്മയെ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. യേശുവിൻ്റെ മരണത്തിന് ശേഷം കുരിശിൻ ചുവട്ടിൽ ഒറ്റപ്പെട്ടുപോയ ക്രിസ്തു ശിഷ്യന്മാരെ ചേർത്തു പിടിച്ച് പെന്തക്കുസ്താ രഹസ്യത്തെ നയിച്ചത് പരിശുദ്ധ കന്യാമറിയമാണ്. മർദ്ദന നാളുകളിൽ ഉയരുന്ന വാളിൻ്റെയും തീജ്വാലകളുടെ മുമ്പിൽ തകർന്നു പോകാതെ, തളർന്നു പോകാതെ പിടിച്ചു നിർത്തിയത് പരിശുദ്ധ അമ്മയാണ്. വിശ്വാസത്യാഗികളുടെ നാടിനെ മുഴുവൻ വിശ്വാസത്തിന്റെ പൂങ്കാവനമാക്കി മാറ്റിയത് പരിശുദ്ധ കന്യാമറിയമാണ്. ലൂർദിലും മെഡ്ജുവാറിയിലും ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അനുതപിക്കുക, പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, പാപപരിഹാര കൃത്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സഭയുടെ ഓരോ നിർണായകമായ നിമിഷങ്ങളിലും മാതാവ് ഇടപെട്ട് സഭയാകുന്ന നൗകയെ എത്രയോ സുന്ദരമായിട്ടാണ് നയിക്കുന്നത്. സഭയുടെ ചരിത്രത്തിന്റെ നിർണായകമായ നിമിഷങ്ങളിൽ സഭാപിതാക്കന്മാരും മാർപ്പാപ്പമാരും പരിശുദ്ധ അമ്മയെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളും നൽകിയിട്ടുണ്ട്. 1261 മുതൽ 64 വരെ സഭയെ നയിച്ച ഊർബൻ രണ്ടാമൻ മാർപ്പാപ്പ മാതാവിനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു: അനുദിനം ജപമാല അർപ്പിക്കുന്ന വഴി നവചൈതന്യവും വിശ്വാസത്തിന്റെ ഉണർവും പൈശാചിക ശക്തിയിൽ നിന്ന് വിടുതൽ നിനക്ക് ലഭിക്കും. ഒരിക്കൽ കൂടി, അനുദിനം ജപമാല അർപ്പിക്കുമ്പോൾ
ഒരു പുതു ചൈതന്യം. നീ ആരായിക്കൊള്ളട്ടെ, എന്ത് ജോലി ചെയ്തു കൊള്ളട്ടെ, ഒരു നവചൈതന്യം. വചനം പറയുന്നു, അചഞ്ചലമായ നവചൈതന്യം എന്നെ നിക്ഷേപിക്കണമേ. അചഞ്ചലമായ നവചൈതന്യം ഓരോ നിമിഷങ്ങളിലും നിക്ഷേപിക്കാൻ നമ്മെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ്, ജപമാല ഭക്തിയാണ്. നവചൈതന്യം, ഒപ്പം വിശ്വാസത്തിന്റെ ഉണർവ്. തളർന്ന് ശുഷ്കിച്ച് വിശ്വാസം ചത്തതിന് തുല്യം ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ വിശ്വാസത്തിന്റെ ഉണർവുമായി കടന്നു വരിക മാത്രമല്ല, നാരക സർപ്പത്തിന്റെ തലയെ തകർക്കാൻ ആ അമ്മ നമ്മെ സഹായിക്കുകയാണ്. മാതാവിന്റെ കണ്ണുകളിലൂടെ യേശുവിനെ ധ്യാനിക്കുന്നതാണല്ലോ മരിയ ഭക്തി എന്ന് പറയുന്നത്. ഒരു നവചൈതന്യവും വിശ്വാസത്തിന്റെ ഉണർവും നമുക്ക് സമ്മാനിക്കാൻ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് ഊർവൻ രണ്ടാമൻ മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. 1334 ബെനഡിക്റ്റ് 12 മാർപ്പാപ്പ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഇപ്രകാരം ഉത്ബോധിപ്പിക്കുന്നു: ലോകത്ത് നിലനിൽക്കുന്ന തെറ്റുകൾക്ക്, ലോകത്ത് നിലനിൽക്കുന്ന തിന്മകൾക്ക് എതിരായ പരിഹാരമാണ്. ലോകത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന അസന്മാർഗികത, ജഡികത, ദ്രവ്യാഗ്രഹം, ഇതിനൊക്കെ എതിരെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഈ തിന്മയിൽ നിന്ന് മാറുവാനായിട്ട് നമ്മെ സഹായിക്കുമെന്ന്. ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ തെറ്റുകളും സഭയ്ക്കെതിരായി, സഭാ പഠനങ്ങൾക്കെതിരായി, സഭാ പ്രബോധനങ്ങൾക്കെതിരായി നൽകുന്ന എല്ലാ തെറ്റുകൾക്ക് എതിരായി ഒരു പരിഹാരമാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ നമ്മുടെ മക്കൾ ഒരു പക്ഷെ സഭയിൽ നിന്ന് അകന്നു പോകുന്നു, ദൈവാലയത്തിൽ പോകുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല, കൂദാശകൾ സ്വീകരിക്കുന്നില്ല. അല്ലോ പ്രിയപ്പെട്ട അമ്മച്ചി, അപ്പച്ച, കരങ്ങളിൽ ജപമാല എടുത്ത് വഴി തെറ്റി നടക്കുന്ന മകന് വേണ്ടി നീ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ പരിശുദ്ധ അമ്മ അവനെ തിരിച്ചു കൊണ്ടുവരും. സഭയുടെ ചരിത്രത്തിൽ തകർന്നുപോയ എത്രയോ ജീവിതങ്ങളെയാണ് മുട്ടുകുത്തി ക്രൂശിതന്റെ മുമ്പിൽ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വലിയ മാനസാന്തര ഫലങ്ങൾ ഉളവാക്കുക മാത്രമല്ല, സഭയിലെ വിശുദ്ധന്മാരെ വാർത്തെടുക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പാപത്തിന്റെ പടുകുഴിയിൽ സഞ്ചരിച്ചിരുന്ന അഗസ്റ്റിന്റെ അമ്മായിയുടെ, മോനിക്ക പുണ്യമതിയുടെ കണ്ണുനീരും കരങ്ങളിൽ ജപമാല പിടിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് തിരുസഭയ്ക്ക് ഒരു വലിയ വിശുദ്ധനെ ഉണ്ടാകാനിടയായത്. പ്രിയപ്പെട്ടവരെ, ലോകത്തുണ്ടാകുന്ന തെറ്റുകൾക്കും അതുപോലെ തന്നെ കുറവുകൾക്കും പരിഹാരമാണ് പരിശുദ്ധ ജപമാല എന്ന് ബെനഡിക്റ്റ് 12 മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. അഡ്രിയാൻ 4 മാർപ്പാപ്പ 1522 മുതലുള്ള കാലഘട്ടങ്ങളിൽ മാർപ്പാപ്പ പഠിപ്പിക്കുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് തിന്മയ്ക്കെതിരെയുള്ള ഒരു ചാട്ടവാറടിയാണെന്നാണ്. നമ്മളിപ്പോൾ ഒരു വീട്ടിലിരുന്ന്, ഒരു ഭവനത്തിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന് ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. സാത്താന്റെ സാമ്രാജ്യം തകരുകയും നന്മയുടെ ദൈവരാജ്യം വളരുകയും ചെയ്യണമെങ്കിൽ നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. എനിക്കറിയാം, ഓരോ ധ്യാന മന്ദിരങ്ങളിലും എത്രയോ 1000, 10,000, ലക്ഷക്കണക്കിന് ജപമാലകൾ ചൊല്ലിക്കൊണ്ടാണ് ഓരോ പുതിയ ശുശ്രൂഷകൾക്ക് രൂപമെടുക്കുന്നത്. ഓരോ ഭവനം നിർമ്മിക്കുമ്പോഴും എത്ര 1000 നന്മ നിറഞ്ഞ മറിയും ചൊല്ലിക്കൊണ്ടാണ് ഒരു പുതിയ ഭവനത്തിന് ആരംഭമിടുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാചിനെതിരായിട്ടുള്ള ചാട്ടവാറടിയാണ് ജപമാല എന്ന് അഡ്രിയാൻ 4 മാർപ്പാപ്പ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. വീണ്ടും സഭയെ 1831 മുതൽ നയിച്ച ഗ്രിഗറി 16 മാർപ്പാപ്പ നമ്മോട് പറയുന്നു, 15 വ്യക്തികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന
ജപമാല ലിവിങ് റോസറി എന്ന ഒരു കൂട്ടായ്മയ്ക്ക് പിതാവ് രൂപം കൊടുത്തു. 15 അതിൽ കൂടുതലുള്ള ജനങ്ങൾ, ദൈവജനം ഒരുമിച്ചിരുന്ന് അർപ്പിക്കുന്ന ജപമാലയെ ലിവിങ് റോസറി എന്ന കൂട്ടായ്മയ്ക്ക് ഗ്രിഗറി 16 മാർപ്പാപ്പ രൂപം കൊടുത്തത് ചരിത്രത്തിൽ വായിക്കുന്നു. പിതാവ് പഠിപ്പിക്കുകയാണ്, ദൈവരാജ്യ സംസ്ഥാപനം ഉണ്ടാകണമെങ്കിൽ വ്യക്തികളും കുഞ്ഞുങ്ങളും കുടുംബങ്ങളും ദൈവകൃപയിൽ നിറയണമെങ്കിൽ, ഹൃദയത്തിൽ മുളയ്ക്കുന്ന പാപവും കുടുംബത്ത് വളരുന്ന പാപ സാഹചര്യങ്ങളും നശിപ്പിക്കണമെങ്കിൽ നീ ജപമാല കരങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ആദ്യകാലങ്ങളിൽ നമുക്കറിയാം, നല്ല കുടുംബങ്ങളിൽ, ദൈവഭയമുള്ള കുടുംബങ്ങളിൽ കുരിശുമണി അടിക്കുമ്പോൾ മുട്ടുകുത്തി കുരിശടയാളം വരച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് ആത്മീയ നിർവൃതിയിൽ കഴിയുന്ന ഒട്ടനവധി കുടുംബങ്ങളുടെ ഒരു നാടാണ് കേരളം. ഈ കേരളത്തിൽ നിന്നാണ് ഇന്ന് ലോകം മുഴുവനും വചന പ്രഘോഷകരെയും ശുശ്രൂഷകരെയും മാതാവ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്. നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദൈവരാജ്യ സംസ്ഥാപനത്തിന് നിന്നെ ഉപയോഗിക്കും. ഇന്ന് ചില വൈദികർ ഫുൾ ടൈം മുഴുവനായും ദൈവവചന പ്രഘോഷണതയിൽ, അനേകം ആത്മായ സഹോദരങ്ങൾ, അനേകം ആത്മായ സഹോദരികൾ പ്രേക്ഷിത ശുശ്രൂഷയിലൂടെ ദൈവരാജ്യ സ്ഥാപനത്തിനുവേണ്ടി അധ്വാനിക്കുന്നത് കാണുമ്പോൾ സ്വർഗത്തിന്റെ കയ്യടി അവർ ഏറ്റുവാങ്ങുകയാണ്. പാപത്തെ നശിപ്പിക്കുവാൻ, പാപകരമായ അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഒരു ആത്മീയ ആയുധമാണ് ജപമാല. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ പോരാളിയാണ്. ഈ ആത്മീയ പോരാട്ടത്തിലെ സമര ആയുധം, ഏറ്റവും വലിയ സമരായുധങ്ങളിൽ ഒന്നാണ് ജപമാല. ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കേരളത്തിലെ ഇടവകകൾ തോറും, കുടുംബസമ്മേളന യൂണിറ്റുകൾ തോറും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് മാതൃസ്തവങ്ങൾ പാടിക്കൊണ്ട് എത്രയോ വലിയ വിശ്വാസത്തിൻ്റെ വലിയ പ്രഖ്യാപനമാണ് കേരളത്തിലും ഭാരതത്തിലും ലോകം മുഴുവനും നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവരാജ്യം ഇതാ സമാരംഭിച്ചു കഴിഞ്ഞു. ഇനി അതിനെ വളർത്തേണ്ട കടമ ഓരോ ക്രൈസ്തവന്റേതാണ് എന്ന് തിരുസഭ കാലാകാലങ്ങളിൽ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ലയോ 13 മാർപ്പാപ്പ 1878 മുതൽ സഭയെ ഭരിച്ച ലയോ 13 മാർപ്പാപ്പ പറയുന്നു, ജപമാല പ്രാർത്ഥനകളുടെ സമുന്നതമായ മാതൃകയാണ്. ജപമാല എന്ന് പറയുന്ന ഒരു സമുന്നതമായ മാതൃകയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് കണ്ട് എത്രയോ ജീവിതങ്ങൾ വിശദമായ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എനിക്കറിയാം. ഒരിക്കൽ യാത്ര ചെയ്യുന്ന സമയത്ത് കയ്യിലിരുന്ന ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, അച്ഛാ എന്താ ഇത്? അവർക്ക് അറിഞ്ഞുകൂടാ, ഒരു ക്രൈസ്തവനാണ്. ഞാൻ പറഞ്ഞു, ജപമാലയാണിത്. അമ്മയോടുള്ള ഭക്തിക്ക് ഞങ്ങൾ നിർവഹിക്കുന്ന ഒരു സ്നേഹസമർപ്പണമാണ്. ഒരെണ്ണം എനിക്ക് തരുമോ അച്ഛാ? എനിക്ക് പ്രാർത്ഥിക്കാനൊന്ന് പഠിപ്പിച്ചു തരുമോ? അവിടെ ഇരുന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും ഫോണിൽ പ്രാർത്ഥിച്ചു കൊടുത്തത് ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ തിന്മകളെയും ചെറുക്കുവാനുള്ള കഴിവ് ജപമാലയ്ക്കുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമാണ് ജപമാല. ഭക്തി, മാതാവിനോടുള്ള ഭക്തി തിന്മയ്ക്കെതിരെ ഉപയോഗിക്കാവുന്ന മൂർച്ചയുള്ള ഒരു ആയുധമാണെന്നാണ് ലയോൺ 13 മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മനുഷ്യൻ്റെ ആന്തരികമായ മുറിവുകൾ, മനസ്സിൻ്റെ മുറിവുകൾ, പാപത്തിൻ്റെ എല്ലാ കെടുതിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ദിവ്യ ഔഷധമാണ് ജപമാല എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ,
എല്ലാ തിന്മകൾക്കെതിരെ പടപൊരുതുവാൻ, എല്ലാ അനുഗ്രഹങ്ങളും ദൈവപിതാവിൽ നിന്ന് ഏറ്റുവാങ്ങുവാൻ തിന്മയ്ക്കെതിരെ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള ആയുധമായി ഒരു വ്യക്തി ഒരു ജപമാലയെ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ ആ ജപമാല കരങ്ങളിൽ പിടിച്ച് നടക്കുന്നത് അനേക മക്കളെ രക്ഷയിലേക്ക് ആനയിക്കാനായിട്ട് ഇടവരും. വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ മാർപ്പാപ്പ പറയുന്നു, കരങ്ങളിൽ ജപമാല എടുക്കുമ്പോൾ അതൊരു ആയുധമാണ്, കഴുത്തിൽ ധരിക്കുമ്പോൾ അതൊരു ആഭരണമാണ്. ഇന്ന് ഷാലോൺ ടിവിയുടെ മുമ്പിലിരുന്ന് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മക്കളുടെയും ഒരു പക്ഷേ കഴുത്തിൽ ജപമാല ഉണ്ടാകാം. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഉല്ലാസങ്ങൾക്ക് പോകുമ്പോഴും നമ്മുടെ കൈവശം ഒരു ജപമാല ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മെ സംരക്ഷിക്കാൻ അമ്മയോടൊപ്പം ഒരു വലിയ മാലാഖ വൃന്ദം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. 13 ലയോൺ മാർപ്പാപ്പ പഠിപ്പിക്കുന്നു, ചാക്രിയ ലേഖനത്തിലൂടെ നന്നായി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ 10 വർഷത്തെ പൂർണ്ണമായ ദണ്ഡവിമോചനം അവർക്ക് ലഭ്യമാണ്. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ 10 വർഷത്തെ പൂർണ്ണമായ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുമെന്ന്. ക്രൈസ്തവരായ നമുക്കറിയാം, കുമ്പസാരം എന്ന കൂദാശയിലൂടെ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുണ്ട്. എന്നാൽ കാലികമായ ശിക്ഷ വിട്ടുപോകണമെങ്കിൽ നമ്മൾ വ്യക്തിപരമായി പ്രാർത്ഥിക്കണം, പരിഹാരം അനുഷ്ഠിക്കണം, ദാനധർമ്മം ചെയ്യണം, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണം, കരുണയ്ക്കായി പ്രാർത്ഥിക്കണം, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് ഈ കാലികമായ ശിക്ഷയിൽ നിന്നൊക്കെ നമുക്ക് വിടുതൽ ലഭിക്കുന്നതെന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. 1939 മുതൽ ഭരിച്ച സഭയെ നയിച്ച 12-ാം പീയൂസ് മാർപ്പാപ്പ നമ്മോട് പറയുന്ന ഇപ്രകാരമാണ്: തിന്മയെ പ്രതിരോധിക്കാനുള്ള ശക്തി പരിശുദ്ധ ജപമാലയ്ക്കുണ്ട്. പ്രതിരോധിക്കാനായിട്ട്, തടഞ്ഞു നിർത്താനായിട്ട്, ഒരാൾ തിന്മയ്ക്ക് ഓടിപ്പോകുമ്പോൾ അരുത് എന്ന് പറയാനായിട്ട്, ഒരു കുടുംബം തിന്മ പ്രവർത്തിക്കുമ്പോൾ അരുത് എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിച്ച് പിടിച്ചു നിർത്താനായിട്ടുള്ള ശക്തി ജപമാലയ്ക്കുണ്ട്. നമ്മുടെ പൂർവികന്മാർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്, കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ്, ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒക്കെയാണ് ഇന്ന് നാം ഇങ്ങനെ ജീവിക്കുന്നതെന്ന് നമ്മൾ ആരും വിസ്മരിക്കരുത്. പിതാവ് പറയുന്നു, അനുദിനം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഭൂമിയിലെ വിശുദ്ധ നിലമായി നിന്റെ കുടുംബം മാറും. ഒരു പരിശുദ്ധിയുടെ ആലയമായി നിന്റെ കുടുംബം മാറും. ക്രിസ്തീയ പുണ്യ അഭ്യാസനത്തിന്റെ ഒരു കളരിയായി മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജപമാലയുടെ അത്ഭുതകരമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അറിഞ്ഞവരാരും ആ ഭക്തിയിൽ നിന്ന് പിന്മാറുകയില്ല. മാതാവിനെ വേണ്ട, മാതൃഭക്തി വേണ്ട, മരിയ ഭക്തി വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ചങ്കുപിടയ്ക്കുന്ന മരിയ സുതരെ എനിക്കറിയാം. അവർക്കൊക്കെ വേണ്ടി മുട്ടുകുത്തി കരവിരിച്ച് പ്രാർത്ഥിക്കുന്ന എത്രയോ മരിയ സുധരാണ് ഇന്ന് കേരളത്തിലുള്ളത്, ഭാരതത്തിലുള്ളത്, സന്യാസ ഭവനങ്ങളിലുള്ളത്, ഓരോ ഇടവകയിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മുമ്പിലേക്ക് 7 മാർപ്പാപ്പമാരുടെ പരിശുദ്ധ ജപമാലയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കപ്പെട്ടത്. തിന്മയെ പ്രതിരോധിക്കാൻ, നന്മയിൽ വളരാൻ പരിശുദ്ധ ജപമാല നമ്മെ സഹായിക്കും. സഭാ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക്, ജപമാല ഭക്തർക്ക് മാതാവ് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്ന് വാഗ്ദാനത്തിലൂടെ പറയുന്നത് ശ്രദ്ധിക്കാം നമുക്ക്. ഒന്നാമതായി, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ
സന്തോഷം നിറയുമെന്ന്. ഇന്ന് നമ്മുടെ കേരളത്തിലെ ലോകമെമ്പാടുമുള്ള കുടുംബങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സന്തോഷങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകമോഹങ്ങളുടെ പിറകിലാണ് അവർ കടന്നു പോകുന്നത്. ശാശ്വതമായിരിക്കുന്ന സമാധാനമോ സന്തോഷമോ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ പടിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദൈവം സ്ഥാപിച്ച എല്ലാറ്റിനെതിരായിട്ട് പിശാച് ഉണർന്നിരിക്കുകയാണ്. അവന്റെ ശക്തിയെ കെടുത്താൻ വേണ്ടി സഭാപിതാക്കന്മാരും മാർപ്പാപ്പമാരും നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിന്റെ സന്തോഷം വീണ്ടും തിരിച്ചെടുക്കാനായിട്ട് കഴിയണമെങ്കിൽ ഒന്നാമതായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ചില കുടുംബങ്ങളിൽ നമുക്കറിയാമല്ലോ, സന്ധ്യാവേളകളിൽ സമയമാകുമ്പോൾ അപ്പനും അമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ മുട്ടുകുത്തി മെഴുകുതിരി കത്തിച്ചു വെച്ച് ജപമാല ചൊല്ലി മാതാവിന്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ച് ദൈവവചനം വായിച്ച് എത്രയോ സന്തോഷത്തെ കിടന്നുറങ്ങുന്ന ഭവനങ്ങൾ. ഒരു പക്ഷേ അവർക്ക് ഭക്ഷണത്തിന് കുറവുണ്ടായിരിക്കാം, സമ്പത്തിന് കുറവുണ്ടായിരിക്കാം, പക്ഷേ ആ കുടുംബത്ത് സന്തോഷം എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. 1. 2, സങ്കടങ്ങളിലും ഇല്ലായ്മകളിലും മാതാവിൽ ശക്തി സംഭരിക്കുന്നത് കാണാം. എന്ത് കുറവുണ്ടായാലും എന്ത് പോരായ്മയുണ്ടായാലും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഓരോ ദിവസവും 5, 10, 15, 20 ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ചില പ്രേക്ഷിതരെയും ശുശ്രൂഷകരെയും വചന പ്രഘോഷകരെയും വൈദികരെയും എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവിടെ ഇല്ലായ്മ വരുമ്പോഴും അവിടെ പോരായ്മ വരുമ്പോഴും ഏതെങ്കിലും സങ്കടങ്ങൾ വരുമ്പോഴും മാതൃസവിധയിൽ പോയി പ്രാർത്ഥിക്കുന്ന എത്രയോ വിശുദ്ധരായ മക്കളെ ഞാൻ ഓർക്കുന്നു, ഞാൻ അനുസ്മരിക്കുന്നു. സങ്കടങ്ങളിലും ഇല്ലായ്മകളിലും മാതാവിൽ അഭയം തേടുന്നു. 3. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് നാരകീയ ശത്രുക്കളെ തകർക്കാൻ മാതാവ് ശക്തി കൊടുക്കും. ഏതെങ്കിലും ഒരു പാപത്തിലോ പാപ സാഹചര്യങ്ങളിലോ ഏതെങ്കിലും ഒരു പാപ സാഹചര്യങ്ങളിൽ വീഴുവാൻ ഇടയായാൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാനും അനുദപിച്ച് കുമ്പസാരിക്കുവാനും വീണ്ടും ദൈവവര പ്രസാദത്തിൽ നിലനിൽക്കുവാനുള്ള കൃപയാണ് ജപമാല ഭക്തർക്ക് മാതാവ് സമ്മാനിക്കുന്നത്. 4. വചനാധിഷ്ഠിത ജീവിതത്തിന് പ്രത്യേകമായ താല്പര്യം മാതാവ് കൊടുക്കും. വചനം വായിക്കാൻ, വചനം പഠിക്കാൻ, വചനം പ്രചരിപ്പിക്കാൻ, വചനത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ, വചനാധിഷ്ഠിത ജീവിതത്തിന് പ്രത്യേകമായൊരു താല്പര്യം. ധ്യാനത്തിൽ പോകാൻ, ധ്യാനത്തിൽ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ധ്യാനത്തിൽ ആളുകളെ കൂട്ടിക്കൊണ്ടുവരാൻ, വിവിധങ്ങളായ സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കാൻ, വചനാധിഷ്ഠിതമായൊരു ജീവിതത്തിന് പ്രത്യേകമായ അനുഗ്രഹം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് മാതാവ് സമ്മാനിക്കും. അവസാനമായി വിശുദ്ധ കുർബാനയിലേക്കും തിരുസഭയിലേക്കും മാതാവ് മാടി വിളിക്കും. വിശുദ്ധ കുർബാനയിൽ ഭക്തിയാദരവോടെ സംബന്ധിക്കാൻ, സ്നേഹത്തോടെ സംബന്ധിച്ച് ആത്മീയ നിർവൃതി പാലിക്കാൻ, അങ്ങനെ വിശുദ്ധ കുർബാനയോടും തിരുസഭയോടും തിരുസഭ അധികാരികളോടും സ്നേഹവും ബഹുമാനവും ആദരവും പ്രകടിപ്പിക്കാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് മാതാവ് അനുഗ്രഹം കൊടുക്കും. നമുക്ക് കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ഓ പരിശുദ്ധമ്മേ, ചരിത്ര നായികയായ പരിശുദ്ധമ്മേ, ചരിത്ര നിയന്താവിന് ജന്മം നൽകി സഭയുടെ ഓരോ ചരിത്രങ്ങളിലും സഹായിക്കുവാനും സംരക്ഷിക്കുവാനും മാർഗദർശനം അരുളുവാനും ഞങ്ങൾക്ക് നല്ലൊരമ്മയെ നൽകിയതിനോർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ പുണ്യവഴികളിലൂടെ നടക്കുവാനും ദൈവഹിതം അത് മാത്രം പ്രാവർത്തികമാക്കുവാനും അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.